ഈ വീഡിയോ വളരെ ക്വിക്കായിട്ട് നമ്മളുടെ കേരളത്തിലുള്ള ഈ ജോലി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഈ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലി സോൾജേഴ്സ് കുറെ ഇന്ത്യക്കാരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാർത്ത ഇന്നലെ മുതലേ പല മീഡിയകളിലും ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ജോലി അന്വേഷിച്ച് പോയ ആൾക്കാർ ഇവര് ഇസ്രായേലിന്റെ ഉള്ളിലാണ് ജോലി അന്വേഷിച്ച് പോകുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ജോലി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരെ ചൂഷണം ചെയ്ത് ഈ പാലസ്തീനികളായിട്ടുള്ള ആൾക്കാർ, ഈ പാലസ്തീനികൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ത്യൻസിനെ മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇത് ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയിട്ടുള്ള ആൾക്കാരെ പാലസ്തീനിന്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കുന്ന സമയത്ത്, അത് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പല സ്ഥലത്തും സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകളുണ്ട്. അപ്പം സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകൾ ഇപ്പം പല ടൂറിസ്റ്റുകളും പല രീതിയിലുള്ള പല രീതിയിൽ അതായത് ഇസ്രായേൽ പാലസ്തീൻ വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം തന്നെയും ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇതെല്ലാം തന്നെ പിൽഗ്രിമേജ് നടത്തുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ഒരുപാട് ക്രിസ്ത്യൻസ് ആയാലും അതേപോലെ മുസ്ലിംസ് ആയാലും ജൂസ് ആയാലും അവരെല്ലാം കൂടെ ഒരു റിലീജിയസ് സാക്രഡ് മൈൻഡോട് കൂടിയാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. പലരും പല വിശ്വാസികളും അവിടെ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ചരിത്ര പ്രാധാന്യവും ഈ ബൈബിളൊക്കെ വായിച്ചിട്ട് അവിടെ ആ ഒരു രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ സ്ഥലം സന്ദർശിക്കുന്നത് തന്നെ. അപ്പൊ ആ രീതിയിൽ അവർ ഭയങ്കരമായിട്ട് ഒരു ഗൂസ് പമ്പൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു ഹോളിനെസ്സോട് കൂടിയാണ് ആ സ്ഥലത്തെ കാണുന്നത് പോലും. ആ രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ആയാലും ഈ ഒരു ജെറുസലേം എന്ന് പറയുന്ന ആയാലും ഈ ഒരു ഇസ്രായേൽ, മൊത്തത്തിൽ ആ ഒരു സ്ഥലം അങ്ങനെയാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാലങ്ങളായിട്ട് ബൈബിളിലൂടെയൊക്കെ പലരും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, മനസ്സിൽ പതിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടാവും. ഇപ്പൊ തൽക്കാലം സംഭവിച്ചിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല് പാലസ്തീനികളായിട്ടുള്ള ജോലിക്കാർ, ഏതാണ്ട് 17,000 പാലസ്തീനികളാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ 17,000 പാലസ്തീനികളെയും തന്നെ ഇസ്രായേൽ ഒഴിവാക്കി. അതിന് പകരം ഇസ്രായേൽ പല രാജ്യങ്ങളിലുമുള്ള ഓവർസീസ് ഹയറിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മാക്സിമം ഈ ഒരു പാലസ്തീനികളെ റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻസിനെയാണ്. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇന്ത്യക്കുള്ളിൽ പല ഘട്ടങ്ങളിലായിട്ട് ഈ ഒരു ഹയറിംഗ് പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജോലി കിട്ടാത്തില്ല, പക്ഷെ നിങ്ങളുടെ സ്കിൽ അനുസരിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഇത് പ്രത്യേകിച്ച് ഈ ഒരു ഹയറിംഗ് നടത്തിയത് കൺസ്ട്രക്ഷൻസ് വർക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹയറിംഗ് നടത്തിയതായിട്ട് പറയപ്പെടുന്നത്. ഈ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി ഹയർ ചെയ്ത ആൾക്കാർ ഈ ഒരു കമ്പനി തന്നെ ഇപ്പൊ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഒരു കമ്പനി ഹയർ ചെയ്ത് കൊണ്ടുപോയ ആൾക്കാരെ എന്തിനാണ് ഈ പാലസ്തീന്റെ ഉള്ളിൽ കൊണ്ടാക്കിയത്? ഈ ഒരു കമ്പനി, അപ്പൊ ഇസ്രായേൽ ഇതിനകത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവിച്ച കാര്യം ഞാൻ അങ്ങനെ തന്നെ പറയാം. സംഭവിച്ചത് വേറെ ഒന്നുമില്ല, ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയിട്ടുള്ള ആൾക്കാർ ഈ ബോർഡർ ക്രോസ് ചെയ്യാണ്. അപ്പൊ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലി സെക്യൂരിറ്റി ഫോഴ്സ് ഈ പാസ്പോർട്ടിലും ഈ ആൾക്കാരും തമ്മിലുള്ള ചില വ്യത്യാസം, മിസ്മാച്ചിങ്സ് ഉണ്ട്. അപ്പൊ അത് കണ്ടെത്തി അവർ ഡിറ്റക്ട് ചെയ്ത് ഇവരെ കൂടുതൽ പരിശോധിക്കുകയാണ്. കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ വ്യക്തികളും ഈ പാസ്പോർട്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തികളെല്ലാം പാലസ്തീനികളാണ്. അവർ ഇസ്രായേലിന്റെ ഉള്ളിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാസ്പോർട്ട് ഉപയോഗിക്കുന്നു, ഇന്ത്യൻ പാസ്പോർട്ട്. ഈ ഒരു ഗുരുതരമായ വിഷയമാണ് അവിടെ കണ്ടെത്തിയത്. ഇത് കണ്ടെത്തിയപ്പോഴത്തേക്ക് ഇത് ഏറ്റവും വലിയ സെക്യൂരിറ്റി ബ്രീച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആ രീതിയിൽ ഇവർ അന്വേഷണം നടത്തുകയും അങ്ങനത്തെ വ്യക്തികളെ ഇവർ പിടികൂടി ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രോഗേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമാണ്, ഈ വ്യക്തി പാലസ്തീനിയാണ്. അപ്പൊ അങ്ങനെ അന്വേഷണം തുടർന്ന് ഏതാണ്ട് ഡസൻ കണക്കിൽ ഇന്ത്യൻസിനെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതെന്നാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ഇന്ത്യൻസിനെ ഇവർ റൂമിൽ അടച്ചു വെച്ചിട്ട് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇവരുടെ പാസ്പോർട്ട് ഇവർ കൈക്കലാക്കുകയും എന്നിട്ട് ആ പാസ്പോർട്ട് വെച്ചിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ പോയിട്ട് ഈ ഒരു പാലസ്തീനികൾ ജോലി ചെയ്യുന്നോ, തീവ്രവാദ പ്രവർത്തനം നടത്തുന്നോ, ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നോ എന്നുള്ള ഒരു വ്യക്തതയും ഇല്ലാണ്ട് ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇസ്രായേലിനുള്ളിൽ പോവുകയും വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഇങ്ങനെ സെർച്ച് നടത്തി ഈ ഒരു ഇന്ത്യൻസിനെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരെല്ലാം ഇസ്രായേലിന്റെ ഉള്ളിലാണ്. ഇപ്പൊ അവരെല്ലാം സേഫ് ആയിട്ട് ഇസ്രായേലിന്റെ ഉള്ളിലാണ്. ഈ പാസ്പോർട്ടുകൾ മൊത്തം ഇസ്രായേൽ സീസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ആ വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നിന്ന് രൺധീർ സിംഗ് ജയ്സ്വാൾ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് ഈ വ്യക്തികളുടെ പേര്, കാര്യങ്ങൾ, ഇത് എവിടെ നിന്നാണ്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് പോയത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കൂടുതൽ വെളിയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആരും ചൂഷണം ചെയ്യാതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾ ആരുടെ കയ്യിലും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഏത് രാജ്യത്ത് പോയാലും. അങ്ങനെ ബോൾഡായിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പറഞ്ഞിട്ട് ഈ അഭിപ്രായങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഒരു മാനവികതയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് വെക്കേണ്ടത്. ലിറ്ററലി നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ആയി കഴിഞ്ഞാൽ ഈ പാസ്പോർട്ടാണ് നിങ്ങൾ. അപ്പൊ ഈ പാസ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കണം. അൺലെസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഒരു റെസിഡൻസ് വിസ ഹോൾഡറോ അല്ലെങ്കിൽ ഒരു റെസിഡൻസി ID കാർഡോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് നിങ്ങൾക്ക് പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് നടക്കാം.
അല്ലാത്ത പക്ഷം ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കീ ആണ്. ഈ കീ മറ്റുള്ളവന്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ ഏതെങ്കിലും ടെമ്പററി എൻട്രി പെർമിറ്റ് മാത്രം കയ്യിൽ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാൾ വേറൊരു വിദേശ രാജ്യത്തേക്ക് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രാഥമികമായിട്ട് ഒരു എൻട്രി പെർമിറ്റ് ആയിരിക്കും. അതാണ് ഈ വിസ എന്ന് പറയുന്നത്. ആ രാജ്യത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചില പ്രാഥമികമായിട്ടുള്ള ചില വെരിഫിക്കേഷൻസ് ഒക്കെ പൂർത്തീകരിക്കേണ്ടി വരും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യുള്ളൂ. ഈ വിസ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തേക്ക് തരുന്നതെല്ലാം വിസ അല്ല, അതൊക്കെ എൻട്രി പെർമിറ്റുകൾ മാത്രമാണ്. ആ രാജ്യത്തിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രി പെർമിറ്റ്. അപ്പൊ ആ ഒരു എൻട്രി പെർമിറ്റ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ പാസ്പോർട്ട് ഒക്കെ ഇങ്ങനെ പോയി കൈമാറരുത്. അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ പാസ്പോർട്ട് കൈമാറിയതിന്റെ ഫലമായിട്ടാണ് 1.5 മാസത്തോളം ഈ ആൾക്കാരെ മൊത്തം ഡസൻ കണക്കിൽ ഇന്ത്യക്കാരെ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം നൽകി ഈ പാലസ്തീനികൾ കൂട്ടത്തോടെ റൂമിനകത്ത് അടച്ചു പൂട്ടി വെച്ചിട്ട് ആ പാസ്പോർട്ട് ഇവർ മിസ്യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഈ പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയവൻ അവിടെ പോയി പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ഈ പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയവനാണ് ചിലപ്പോൾ അവിടെ ബസ് പൊട്ടിത്തെറിപ്പിക്കാനും അവിടുത്തെ പല സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണം നടത്താനുമുള്ള സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യും? കാരണം പാലസ്തീനിക്കും ഇസ്രായേലിനുള്ള പ്രശ്നം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിൽ മിക്കവാറും നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു ഡീറ്റെയിൽസ് മൊത്തം പുറത്തു വരുമ്പോഴത്തേക്കും 10 പേരെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്യുറേറ്റ് ആയിട്ട് ഇത്ര എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡസൻസ് എന്നാണ്. അപ്പൊ എന്തായാലും 10ൽ കൂടുതൽ ആൾക്കാരുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എത്ര പേരാണ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണെന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് തൽക്കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും നിങ്ങൾ നോക്കിക്കോ, 10 പേരാണെങ്കിൽ അതിൽ 8 പേര് മലയാളികളാവാനാണ് സാധ്യത. ഇതിപ്പോ ഈ ഒരു ടീം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇതേപോലെ വീണ്ടും ഈ ജോലി അന്വേഷിച്ച് പോയിട്ട് എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ ഉണ്ടോ എന്നുള്ളത് വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ. ഇതൊരു അവയർനെസ് ആയിട്ട് തന്നെ ഈ ജോലി അന്വേഷിച്ച് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇസ്രായേലിലോട്ട് ജോലി അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് വിസ എടുത്ത് പൈസ മുടക്കി പോകാൻ നോക്കുക. അതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ഇപ്പൊ എന്തായാലും നിങ്ങൾ പാലസ്തീനിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ പൈസ മുടക്കണ്ടേ? വെറുതെ പോകാൻ പറ്റില്ലല്ലോ. മിസ്ഗൈഡിങ് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ തീവ്രവാദികളുടെ അടുത്ത് പോകാതിരിക്കും. അതാണ് നല്ലത്. ഇതിനകത്ത് ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി ലാസ്റ്റ് വീക്കില് ജോർദാന്റെ ബോർഡറിൽ നിന്ന് ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു മലയാളിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ജോർദാൻ സെക്യൂരിറ്റി പോലീസാണ് വെടിവെച്ചിട്ടത്. ഇത് കാരണം വേറെ ഒന്നല്ല, ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ഇയാൾ ജോർദാനിലേക്ക് ജോലി അന്വേഷിച്ച് പോയതായിട്ടാണ് പറയുന്നത്. ഏതാണ്ട് നാട്ടിൽ നിന്ന് തന്നെ 2 ലക്ഷം റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ഒരു 2 ലക്ഷം ഈ ഒരു വിസയ്ക്ക് വേണ്ടി തന്നെ അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ലക്ഷം മുടക്കിയിട്ടാണ് ഈ വിസയ്ക്ക് പൈസ കൊടുത്തിട്ട് ജോർദാനിലേക്ക് പോയത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ജോർദാനിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ എത്തി 6 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നിട്ടും ജോലിയില്ല. ഈ ജോലിയെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇല്ല. ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ അനുഭവിക്കുന്നു. ഇതൊക്കെ ക്ലിയർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഒന്നും ഇല്ലാണ്ട് അങ്ങ് ജോലിക്ക് വേണ്ടി കയറി പോവാണ്. ഈ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു തട്ടുകട ഇടാൻ 2 ലക്ഷം രൂപ മതിയെന്നേ. അപ്പൊ ഇയാൾ മുടക്കിയ പൈസ എന്ന് പറഞ്ഞാൽ 2 ലക്ഷമാണ്. കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലി ന്യൂ ഷെക്കൽ എന്ന് പറഞ്ഞ ഈ ഒരു ഇസ്രായേൽ കറൻസി വെച്ച് നോക്കുമ്പോഴത്തേക്കും 8700 ഷെക്കലാണ് ഇയാൾ മുടക്കിയതായിട്ട് പറയുന്നത്. ഈ 8700 ഷെക്കൽ കൊടുത്തിട്ടാണ് ജോർദാൻ ബോർഡറിൽ നിന്ന് ഇസ്രായേലിലോട്ട് കടക്കാൻ ശ്രമിച്ചത്. ആ കടക്കാൻ ശ്രമിച്ച സമയത്താണ് വെടിവെച്ചിട്ടത്. അപ്പൊ ഇത് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് നടന്നാണെങ്കിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഒരു ജോലി വാഗ്ദാനം ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇസ്രായേലിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും മലയാളികളാവാനാണ് സാധ്യത. കാരണം ഈ ഒരു മലയാളിയായിട്ടുള്ള ഈ ഒരു തോമസ് പെരേര ഗബ്രിയൽ എന്ന് പറഞ്ഞ ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരു മലയാളിയെ തന്നെയായിരിക്കും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവിടെയുള്ള ഒരു മലയാളി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ചൂഷണങ്ങൾ ഇങ്ങനെ ജോലി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അത് ഇസ്രായേൽ ആയാലും ശരി, പാലസ്തീനിലിരുന്നാലും ശരി. അപ്പൊ ഈ രീതിയിൽ മലയാളികൾ ചൂഷണം ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു അവയർനെസ്സിന് വേണ്ടി ഇത് കൂട്ടിച്ചേർത്തേ ഉള്ളൂ. അപ്പൊ ഇതെന്തായാലും ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. അപ്പം ഇതിങ്ങനെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഈ ഒരു ജോലി അന്വേഷിക്കുമ്പോഴത്തേക്കും ഈ പൈസ മുടക്കിയിട്ട് നിങ്ങൾ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് റാറ്റിഫൈ ചെയ്ത് 1-2 വട്ടം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ എവിടെയെങ്കിലും കയറി പോകാൻ. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് ഇങ്ങനെ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ വിദ്യാഭ്യാസമുള്ള യങ് പോപ്പുലേഷൻ, വൈബ്രന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ, ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. യങ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യലായിട്ട് നമ്മൾ കരുതുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടെ ജോലി സാധ്യത ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ ചാലഞ്ച് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ റൂറൽ അർബൻ എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്. അർബനൈസേഷനെ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നില്ല ഇപ്പോഴത്തെ ഗവൺമെന്റ്. അത് നമ്പർ 1. കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റൂറൽ ഏരിയാസിൽ ഒരുപാട് ഫെസിലിറ്റീസ് കൊണ്ടുപോയി എക്സ്പാൻഷൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അതായത് വില്ലേജും സിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുക, ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നയം. ഈ ബഡ്ജറ്റിലേക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. റൂറൽ ഏരിയാസിൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ സിറ്റി പോലെ നിങ്ങൾക്ക് ജീവിക്കാനും കഴിയും. പക്ഷെ അതേസമയം വില്ലേജിലും കൂടെ എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്ന രീതിയിൽ വില്ലേജിന്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും ലക്ഷ്യമിടുന്നത്. ഇതിനകത്ത് ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. ഇതിന്റെ ഒരു മേജർ ബെനിഫിറ്റ് എന്ന് ഞാൻ കാണുന്നത് ചേരികൾ ഒഴിവാക്കപ്പെടും എന്നുള്ളതാണ്. അതായത് ഈ ചേരികളായിട്ടുള്ള ഈ ചേരി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
വളരെ ലോക്കലായിട്ടുള്ള ഈ സിറ്റിക്കുള്ളിൽ വളരെ, അതായത് ഹൈഫൈ സിറ്റിക്ക് ഉള്ളിൽ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവും. ആ സ്ഥലങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകൾ, തകരം കൊണ്ടുള്ള ഷെഡുകൾ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് ഈ ചേരികളായിട്ട് മാറിയിട്ട് കാലങ്ങളായിട്ട് അതിനകത്ത് ആൾക്കാർ വന്ന് താമസിക്കുന്നതാണ്. ഒരു ജോലി അന്വേഷിച്ച് വരുന്നവൻ ജോലി കിട്ടാതാകുമ്പോഴത്തേക്കും അവന്റെ കയ്യിലുള്ള പൈസയൊക്കെ തീരുമ്പോഴത്തേക്കും വന്ന് സെറ്റിൽ ആകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ചേരികൾ. അപ്പൊ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ എല്ലാ സിറ്റികളിലും ഇങ്ങനെ ചേരികൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത് ഇങ്ങനെ ഒരുപാട് പാരമ്പര്യമുണ്ട് ഈ ഒരു ചേരികളുടെ പുറകിൽ. അപ്പൊ ഇങ്ങനെ ചേരികളായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൃത്യമായ പ്ലാനിങ് ഇല്ലാണ്ട്, അതായത് വിവാഹിതരായിട്ട് സിറ്റിക്കുള്ളിൽ പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് സിറ്റിക്കുള്ളിൽ പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ തന്നെയാണ് ഈ ചേരികളെ കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം കൃത്യമായ ഒരു, അതായത് വളരെ വ്യക്തമായിട്ടുള്ള എന്താണ് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ലാതെ പോകുന്ന ആൾക്കാരാണ് ഈ ചേരികളിൽ എത്തിപ്പെടുന്നത്. ഈ ചേരികൾ ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് നിങ്ങളൊരു ജോലിയുണ്ട്, ഒരു വിവാഹം കഴിച്ചിട്ട് വില്ലേജിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് സിറ്റിയിൽ പോകുമ്പോഴത്തേക്കും അവിടെ പോയി കഴിഞ്ഞാൽ സാമാന്യം ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ താമസിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ചേരി സ്ഥലങ്ങളിലുള്ള വീടുകൾ വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ച് കൂടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവിടെ ഒരു മാരീഡ് കപ്പിൾ ഒരു ചേരിയിൽ വരുമ്പോഴത്തേക്കും പിന്നെ അവരുടെ കുട്ടികളും ആ ചേരിയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ചേരികളുടെ പുറകെയുള്ള സ്റ്റോറി പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള വിഷയങ്ങൾ ഒരുപാട് കാണാൻ കഴിയുന്നതാണ്. ഞാൻ ഇത് മാത്രമല്ല ചേരി ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ മോഡേൺ ഡേയ്സിൽ ഈ ചേരികൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത് ഇത് ഒരു വലിയ ഫാക്റ്റാണ്. അതായത് പ്ലാനിങ് ഇല്ലാതെ പോകുന്ന യങ്സ്റ്റേഴ്സ്. അപ്പൊ ഇതും കൂടെ ഒരു വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴത്തേക്കും ഞാൻ ഇവിടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം തന്നെയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.